കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ ബന്ധുക്കളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ വർദ്ധിച്ചതോടെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 149 ബസ് അപകടങ്ങളിലായി 12 ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഇപ്പോൾ കുറ്റ്യാടി റോഡിൽ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്, അല്ലേ? കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 5 മാസത്തിനിടെ 149 ബസ് അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ 12 ജീവനുകൾ, ഈ 5 മാസത്തിനിടെ 12 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് എന്ന വാർത്തയാണ്, കണക്കുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ബസിന്റെ അമിത വേഗം മൂലം ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ പേരാമ്പ്രയിൽ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഈ ബസ് ഡ്രൈവറുടെ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ബസ്സുകളുടെ അമിത വേഗവും ഉണ്ടാക്കുന്ന അപകടവും ഒക്കെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ RTOയും ഈ കാര്യങ്ങൾ കൃത്യമായി ഒരു അന്വേഷണം നടത്തണം, 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ അടുത്ത മാസം ഓഗസ്റ്റ് 26-ന് ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കും എന്നുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. ഈ ബസ് അപകടങ്ങളും ബസിന്റെ അമിത വേഗതയും മൂലം ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം കോഴിക്കോടിനെ സംബന്ധിച്ച് നിരന്തരം ഉണ്ടാകുന്നു. ഈ വേളയിലാണ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. മാത്രമല്ല, ഈ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലും ഒക്കെ തന്നെ ബസിന്റെ അമിത വേഗതയും അപകടവും ഒക്കെ നിരന്തരം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ മോട്ടോർ വാഹന വകുപ്പ് ബസ്സിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും ഒക്കെ തന്നെ നടപടിയെടുക്കും. അതിനുശേഷം ദിവസങ്ങൾക്കകം തന്നെ ഈ ബസ് ഡ്രൈവറും അതുപോലെ തന്നെ ബസ്സും ഒക്കെ നിരത്തിൽ അതേ രീതി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോടിനെ സംബന്ധിച്ച് ഉണ്ട്. എന്തായാലും പേരാമ്പ്രയിൽ ഇത്തരത്തിൽ ജനങ്ങൾ തന്നെ ഈ ബസിന്റെ അമിത വേഗതയെ തുടർന്ന് അല്ലെങ്കിൽ ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനരോഷം ഇരമ്പുന്ന ഒരു കാര്യം പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കോഴിക്കോടിനെ സംബന്ധിച്ച്, കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 മാസത്തിനിടെ 1ഉം 2ഉമല്ല 149 ബസ് അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 12 ജീവനുകളാണ് ബസിന്റെ അമിത വേഗത മൂലം നിരത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്.